ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് പലപ്പോഴും സ്ത്രീകൾ ശ്രദ്ധിക്കാതെ പോകുന്ന അല്ലെങ്കിൽ പുറത്ത് പറയാൻ മടിക്കുന്ന ചില ആർത്തവ പ്രശ്നങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ്. ഇത് തീർച്ചയായിട്ടും അടുത്തുടനെ വിവാഹമൊക്കെ കഴിക്കാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം. ഇതിനുള്ള പരിഹാര മാർഗങ്ങളൊക്കെ നിലവിലുണ്ട്. ഇതൊന്നും പുറത്ത് പറയാതെ നമ്മൾ രഹസ്യമായിട്ട് വെക്കേണ്ട കാര്യങ്ങളല്ല. ഇത് കൃത്യമായിട്ട് പരിഹരിച്ചില്ലെങ്കിൽ തുടർന്ന് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാവുകയും ചെയ്യും. ആർത്തവം കൃത്യമായിട്ട് വരാത്തത് മുതൽ കഠിനമായ ആർത്തവ വേദന വരെ സ്ത്രീകൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളുമുണ്ട്. പലപ്പോഴും സ്ത്രീകൾ നിസ്സാരമായിട്ട് ഇതിനെ കണക്കാക്കുകയും വേണ്ടത്ര ഫലപ്രദമായ ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കാതിരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ആർത്തവം ഒഴിവാക്കാനാവുന്നതല്ല, എന്നാൽ ആർത്തവ സംബന്ധമായ വേദനയും മറ്റു പ്രശ്നങ്ങളും ഒക്കെ തീർച്ചയായിട്ടും നമുക്ക് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നിലവിലുണ്ട്. ഇതിന് നമുക്ക് വില കൂടിയ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാതെ വീട്ടിൽ തന്നെ പരിഹരിക്കാവുന്ന പല മരുന്നുകളും അതുപോലെ തന്നെ പാർശ്വഫലങ്ങളില്ലാത്ത ആയുർവേദ ചികിത്സാ രീതികളൊക്കെ ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഇത്തരം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് എത്രയും നേരത്തെ തന്നെ ഫലപ്രദമായി പ്രതിരോധിക്കുകയും ആവശ്യമായ മെഡിക്കേഷൻസ് എടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. സാധാരണയായിട്ട് തന്നെ ആർത്തവത്തോടനുസരിച്ച് സ്ത്രീകളിലെ മാനസിക പിരിമുറുക്കവും ഒരു മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് കഠിനമായ വേദനയും മറ്റു അസ്വസ്ഥതകളും ആണെങ്കിൽ പിന്നെ അത് അധികമായിരിക്കും. അപ്പോൾ പലപ്പോഴും സ്ത്രീകളിൽ ആർത്തവമായിട്ട് ബന്ധപ്പെട്ട് അമിതമായിട്ടുള്ള രക്തസ്രാവമായിരിക്കും. 6 മുതൽ 7 ദിവസം വരെ അമിതമായിട്ടുള്ള രക്തസ്രാവം കണ്ടുവരാറുണ്ട്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. കൂടെ ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും ചെയ്യും. ബേബി കെയർ, പ്രഗ്നൻസി കെയർ, ഹെൽത്ത് കെയർ, ബേബി ഏർലി എഡ്യൂക്കേഷൻ, ഹോം റെമഡീസ്, ലൈഫ് സ്റ്റൈൽസ് ആൻഡ് ബ്ലോഗ്സുമായിട്ട് ഞാൻ ഇനിയും ഇത്തരത്തിൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്നാണ് ഇത്തരത്തിൽ അമിതമായ രക്തസ്രാവത്തിന് പറയുന്നത്. എന്നാൽ ഇത് പരിഹരിച്ച് രക്തസ്രാവം നോർമൽ ആക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു റെമഡിയാണ് നിരഞ്ജൻ ഫൽ അല്ലെങ്കിൽ ചൈന ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇത് 1.5 മുതൽ 2 മണിക്കൂർ വരെ വെള്ളത്തിലിട്ട് ഒരു നാരങ്ങ വലിപ്പമാകുന്നവരെ വെയിറ്റ് ചെയ്ത ശേഷം ഇതിനെ നന്നായിട്ട് ഞെക്കിപ്പിഴിഞ്ഞ് ജെല്ലെടുത്ത ശേഷം അതിൽ പഞ്ചസാരയോ മധുരമോ ഒക്കെ ചേർത്ത് കുടിക്കുന്നത് ആർത്തവ സമയത്തുള്ള അമിതമായ രക്തസ്രാവം തടയുവാനും നമുക്ക് വളരെ ഉപയോഗപ്പെടും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, പലപ്പോഴും പലർക്കും ആർത്തവ രക്തം വളരെ ദുർഗന്ധമുള്ളതായിരിക്കും. വ്യക്തിശുചിത്വം പാലിച്ചായിരുന്നാലും അത്രത്തോളം ശ്രദ്ധിച്ചാലും പലപ്പോഴും അത് ദുർഗന്ധമായിരിക്കും. ഇത് തീർച്ചയായിട്ടും ഏതെങ്കിലും അണുബാധ, ഗർഭാശയമായിട്ട് ബന്ധപ്പെട്ടോ വജൈനയുമായിട്ട് ബന്ധപ്പെട്ടോ ഏതെങ്കിലും അണുബാധയുടെ ലക്ഷണമാണ് ഇത്തരത്തില് ദുർഗന്ധം വമിക്കുന്നത് നോർമലിനേക്കാൾ ഉപരി. അപ്പൊ തീർച്ചയായിട്ടും അതിന് റെമഡീസ് എടുക്കേണ്ടത് ആവശ്യമാണ്. ആയുർവേദ പ്രകാരം ഇത്തരത്തില് ദുർഗന്ധം വമിക്കുന്ന ആർത്തവ രക്തമുള്ളവരെ മഞ്ചിഷ്ട സേവിക്കുന്നത് നല്ലതാണ്. ഇതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിദഗ്ധമായ ഒരു ആയുർവേദ ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾക്ക് മെഡിസിൻ വാങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ 10% സ്ത്രീകളിലും കാണുന്നതാണ് PCOD, PCOS പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഇത് ഹോർമോണൽ ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് വീഡിയോസ് നേരത്തെ ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുകയും ചെയ്യാം. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിലെ ഹോർമോണൽ ഇംബാലൻസ് കാരണം തന്നെ ഇൻസുലിൻ, അതുപോലെ തന്നെ ടെസ്റ്റോസ്റ്റിറോൺ, ആൻഡ്രോജൻ ഹോർമോൺസിന്റെ ഒക്കെ ഒരു ഇംബാലൻസ് ഉണ്ടാക്കിയിട്ട് ഹൈപ്പർ ആൻഡ്രോജനിസം ഒക്കെ കൂടുകയും സ്ത്രീകളിൽ വിഷാദം, അതുപോലെ മുടി കൊഴിച്ചിൽ, മുഖക്കുരു, അമിതമായിട്ടുള്ള മുഖത്തൊക്കെ കാണുന്ന രോമ വളർച്ച, അതുപോലെ തന്നെ ശരീരഭാരം ക്രമാതീതമായി വർദ്ധിക്കുക തുടങ്ങിയ പ്രശ്നങ്ങളായിരിക്കും. അതുപോലെ തന്നെ ഓവുലേഷനിലും വ്യത്യാസങ്ങൾ വരാം. കൃത്യമായ ഓവുലേഷൻ നടക്കാതിരിക്കുക, മെൻസ്ട്രൽ സൈക്കിൾ കൃത്യമല്ലാതിരിക്കുക, ഇത്തരത്തില് അണ്ടാശയത്തിലേക്ക് സിസ്റ്റുകൾ കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ്. ഇതിനും ഫലപ്രദമായിട്ട് നമുക്ക് മരുന്ന് ചെയ്യാവുന്നതാണ്. കറ്റാർവാഴ ജെല്ലിനോടൊപ്പം അലോവേര കറ്റാർവാഴ ജെല്ലിനോടൊപ്പം തന്നെ നമുക്ക് മഞ്ചിഷ്ട ക്യാപ്സ്യൂളും ചേർത്ത് കഴിക്കുന്നത് PCOD, PCOS പ്രോബ്ലംസ് പരിഹരിക്കുവാനും അതിന്റെ ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ നികത്തി നമ്മുടെ മെൻസസ് ഓവുലേഷൻ കൃത്യമായി നടക്കുവാൻ വേണ്ടി വളരെ സഹായകമാണ്. സ്ത്രീകളെ സംബന്ധിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് വെള്ളപ്പോക്ക് അല്ലെങ്കിൽ അസ്ഥിചർമ്മം, ലിക്കോറിയ എന്ന് പറയും. ഇത് നോർമൽ അല്ല എങ്കിൽ എങ്ങനെ മനസ്സിലാക്കാമെന്ന് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സാധാരണ അണ്ടോൽപാദനം നടക്കുമ്പോഴും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോഴും സെക്ഷലി സ്റ്റിമുലേഷൻ ആകുമ്പോഴൊക്കെയാണ് ഇത്തരത്തിൽ ഉണ്ടാകുന്നത്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ വജൈനയിലുള്ള ഡെഡ് സെൽസ് ബാക്ടീരിയയുമായിട്ട് ചേർന്നിട്ട് വജൈനയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്രവമായിട്ട് പുറത്തു വരുന്നതാണ്. സാധാരണയായിട്ട് വെള്ളം പോലെ അല്ലെങ്കിൽ പാൽ നിറത്തിൽ പാല് പോലെ കാണുന്നത് പ്രോബ്ലം അല്ല. എന്നാൽ മഞ്ഞയായിട്ടോ പഴുപ്പായിട്ടോ കട്ടിയായിട്ടോ ഒക്കെ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. പലപ്പോഴും പലതരം സെക്ഷൽ ഡിസീസിന്റെയോ അല്ലെങ്കിൽ ഗർഭാശയ ക്യാൻസറിന്റെയോ ഒക്കെ ലക്ഷണങ്ങളാവാം.
ഇത്തരത്തിലുള്ള വെള്ളപോക്ക് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ദിവസവും 2-3 പഴം കഴിക്കുന്നത്, വാഴപ്പഴം കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി ഇത്തരത്തിൽ പൊതുവായിട്ട് ആർത്തവസംബന്ധം മുതൽ ഗർഭധാരണം വരെയുള്ള പല പ്രശ്നങ്ങൾക്കും ആയുർവേദ പ്രകാരമുള്ള നെയ്യും വളരെ ഗുണം ചെയ്യും. ഫലകൃതി എന്നറിയപ്പെടുന്ന നെയ്യ് ഇതിന് ഉപയോഗിക്കാവുന്നതാണ്. സൈക്കോളജിക്കൽ പ്രശ്നങ്ങളെ പോലും പരിഹരിക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. എന്ത് തന്നെ പറഞ്ഞാലും ഞാൻ നേരത്തെ പറഞ്ഞ സ്ത്രീ സംബന്ധമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതൊരു ഒറ്റമൂലിയോ ഹോം റെമഡീസോ ഉപയോഗിക്കുന്നതിന് മുന്നേ തീർച്ചയായിട്ടും വളരെ വിദഗ്ധമായ ഒരു ആയുർവേദ ഡോക്ടറെയോ അല്ലെങ്കിൽ അതിന് വൈദഗ്ധ്യം പ്രാപിച്ച ആളെയോ കണ്ടിട്ട് മാത്രമേ നിങ്ങൾ കഴിക്കാവൂ. കാരണം ഒരു വ്യക്തിയുടെ ആരോഗ്യസ്ഥിതികളും ലക്ഷണങ്ങളും ഒക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കണം ഏത് ക്വാണ്ടിറ്റിയിൽ ഏത് മെഡിസിൻ എപ്രകാരം കഴിക്കണം എന്നുള്ളത് നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും വിദഗ്ധ ഉപദേശം തേടിയതിനു ശേഷം മാത്രമേ ഇതൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ. പക്ഷെ ഇതിനെല്ലാത്തിനും പരിഹാരമുണ്ട്, അത് മറച്ചു വെക്കേണ്ട കാര്യമില്ല. അത് വളരെ നേരത്തെ തന്നെ ചികിത്സിച്ച് ആരോഗ്യകരമായ ഒരു ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇൻഫർമേഷൻ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇത്തരത്തിൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ.